it's nice to meet you. Can you tell me where I am? I don't know how I got here, but I think I'm starting to understand. I don't belong among the angels, and maybe that's just fine with me. The things I did up there were high school, but now I'm going for my degree. ഡോ, ആ ബെഞ്ചമിൻ അയാൾ കാശ് തരാനുള്ള അവസാന തീയതി ഇന്നലെ അല്ലായിരുന്നോ? അതെ സാർ, അയാളുടെ ഭാഗത്തൊന്നും ഒരു വിവരവും ഇല്ല. ഞാൻ ഏജയോടൊന്ന് ചോദിക്കട്ടെ എന്താ ചെയ്യണ്ടേന്ന്. ഡോ, അയാളെ പഞ്ഞിക്കിട്ട് അയാളുടെ കടയങ്ങ് തല്ലിപ്പൊട്ടിച്ചേക്ക്. ഓക്കെ സാർ. സാർ പ്ലീസ് ഇതൊന്നും നശിപ്പിക്കല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുക. ഒരുപാട് പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തത്. നീ കാശ് മേടിച്ച് ഞങ്ങളുടെ ബോസിനെ പറ്റിക്കുമ്പോ ആലോചിക്കണം തിരിച്ചും പണി കിട്ടുമെന്ന്. ഞാൻ നിങ്ങളുടെ ബോസിന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങി അത് തിരിച്ചു തരാന്ന് ഞാൻ പറഞ്ഞതല്ലേ. കുറച്ച് സാവകാശമല്ലേ ചോദിച്ചുള്ളൂ. ബോസ് പറയുന്ന സമയത്ത് കാശ് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെ അടികൊള്ളേണ്ടി വരും. ഡബിളാരെ എല്ലാം അടിച്ച് പൊട്ടിക്കടാ. അയ്യോ സാറേ, ഞാൻ എങ്ങനെയും കാശ് തിരിച്ച് തന്നോളാം. ഇപ്പൊ എന്റെ മോ സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാ. അവൻ ഇതൊക്കെ കണ്ട. ഓ, മകനും അറിയട്ടെ തന്തയുടെ കോണം. ഡാ, ഇത് വേണോ? സ്വന്തം അച്ഛനെ തല്ലുന്നത് ഏത് മക്കൾക്കാണ് സഹിക്കുക? ഇങ്ങനൊക്കെ ഉണ്ടാകുമെന്ന് ഇയാള് നേരത്തെ കരുതണമായിരുന്നു. താൻ കാശ് വാങ്ങിയത് വേറൊരു ബിസിനസ്മാന്റെ കയ്യിൽ നിന്നെന്ന് ഇവിടുത്തെ ചെറിയ പിള്ളേർക്ക് വരെ. അപ്പൊ സഹതാപം കാണിക്കേണ്ട കാര്യമില്ല. ബോസ് തന്ന പണി ചെയ്യുക, അത്ര തന്നെ. ഇങ്ങോട്ട് വാള കിളവ. Yeah, I'm gonna take my horse to the old town road. I'm gonna ride till I can't no more. I'm gonna take my horse to the old town road. I'm gonna ride till I can't no more. I got the horses in the back, horse stock is attached. Head is matted black, got the bushes black to match. Duh. അങ്ങനെ തല്ലിട്ട് വരാൻ പറഞ്ഞിട്ട് നിങ്ങള് തല്ലുകൊണ്ട് വന്നേക്കുവാണോ? എന്റെ പൊന്ന് സാറേ, അവിടെ ഒരു കുരിപ്പ്. ഞങ്ങളെല്ലാരും പഞ്ഞിക്കിട്ട്. ഇതേജ അറിഞ്ഞ നിന്റെയൊക്കെ കാര്യത്തിനൊരു തീരുമാനമാകും. ഞങ്ങൾ എന്ത് ചെയ്യാനാ സാർ? എല്ലാം ഭംഗിയായി പൊക്കൊണ്ടിരുന്നതാ. അതിന്റെ ഇടയിലാ അവൻ വന്നത്. അവൻ വന്ന പോലും ഞങ്ങൾ അറിഞ്ഞില്ല. എന്തായി പോയ കാര്യം? You ain't stopping me. Step aside, motherfucker. I said 23, going on a spree. You just set me free. VIP, walking easily, but so casually. Low PG, locked in mentally, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23. അത് പിന്നെ ഏജ് തിരിച്ച് ഇവർക്കാണ് തല്ല് കിട്ടിയത്. ഓ, ബെഞ്ചമിന്റെ കൈക്കുള്ളതേ ഉള്ളോ നിങ്ങൾ? സാർ, ഞങ്ങൾ അയാളെ തല്ലി പുറത്താക്കിയതാ. അപ്പോഴാ അങ്ങാറ മോൻ അവിടേക്ക് വന്ന്. പിന്നീട് വെടിയും പോകുകയായിരുന്നു. പലതിനും ഇതുവരെ ബോധം പോലും വന്നിട്ടില്ല. ബെഞ്ചമിനൊരു മകനുള്ള കാര്യം നീ എന്താ പറയാതിരുന്നേ?
അത് പിന്നെ ഞാൻ തിരക്കിയപ്പോ അയാളുടെ മകൻ സ്കൂളിൽ പഠിക്കുന്ന 17 വയസ്സുള്ള ചെക്കനാണ്. അവൻ നമുക്കൊരു തടസ്സമായി തോന്നിയില്ല, അതാ പറയാതിരുന്നേ. എന്ത്, വെറും 17 വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന ചെക്കന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അടിയും വാങ്ങി വന്നേക്കുന്നെ? അയ്യോ ബോസ്, അവന് വയസ്സ് മാത്രമേ കുറവുള്ളൂ, അവന്റെ അടിയുടെ പവർ. സ്റ്റോപ്പ് ഇറ്റ് ഇഡിയറ്റ്സ്. നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്ന നേരം കൊണ്ട് വല്ല മൃഗത്തെ വാങ്ങിയിരുന്നേ അത് അതിന്റെ നന്ദിയെങ്കിലും കാണിച്ചേനെ. മര്യാദക്ക് എന്റെ മുന്നിൽ നിന്ന് പൊക്കോ, ഇല്ലേ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. വാടാ, വേഗം സ്കൂട്ടാകാം. ഭാഗ്യത്തിന് നല്ല മൂഡിലായതുകൊണ്ട് വെടി പൊട്ടിയില്ല, ഇല്ല എന്റെ ശിവണീ. എനിക്ക് അവന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണം റൈറ്റ് നൗ. ഓക്കെ, അതൊക്കെ സെറ്റ് ആക്കാം. നീ ആദ്യം ഒന്ന് കൂളാവ്. ഇവന്മാരെയൊക്കെ പിരിച്ചു വിട്ടേക്ക്. എന്തിനാ വെറുതെ? നമുക്ക് ഇവര് മാത്രമല്ലല്ലോ ഉള്ളേ. മിടുക്കന്മാരായവരെ ഇറക്കി നമുക്ക് അവനെ ഒതുക്കിയാ പോരെ. ഒന്നുമില്ലേലും ചീള് പയ്യനല്ലേ. അമാരുടെ കോലം കണ്ടിട്ട് എനിക്കവൻ ചില്ലറക്കാരനാന്ന് തോന്നുന്നില്ല. പക്ഷെ എത്ര വലിയ കേമനാണേലും ഈ ഏജയുടെ മുന്നിൽ അവൻ വെറും പുഴുവ. ഇതാ അവന്റെ ഡീറ്റെയിൽസ്. ബോസ്, ദേ അവനിവിടെ വന്നേക്കുന്നു ബോസിനെ കാണാൻ. ആര്? ഞങ്ങളെ തല്ലിയ ചെക്കൻ. അവന് ഇത്ര ധൈര്യവും? ഏജെ, അവനെ അങ്ങ് വേണ്ട, വരാൻ പറ. എനിക്കൊന്ന് കാണണം ആ മുതലിനെ. നിങ്ങളാണോ ഏജ്? നീ എന്തിനുള്ള പുറപ്പാടാ? വെറുതെ പണി വാങ്ങി കൂട്ടണ്ട. അത് പറയാൻ താനാരാ? ഓ, സെക്രട്ടറി ആയിരിക്കും അല്ലേ? ഞാനിവിടെ സൽക്കാരത്തിന് വന്നൊന്നും പറയാനുള്ളത് പറഞ്ഞിട്ട് പോകാൻ വന്നേ. ലുക്ക് മിസ്റ്റർ, കണ്ടിട്ട് നിങ്ങളാണ് ഈ ഗുണ്ടാ സംഘത്തിന്റെ തലവൻ എന്ന് തോന്നുന്നു. ഇത്രയും ഗത്തുള്ള നമ്മുടെ ബോസിനെ അവൻ വാടക കൊണ്ട് ആക്കിയല്ലോടാ. ഇന്ന് അവന്റെ നെഞ്ചത്തോട് ഉണ്ട കൂടും മോനെ. തനിക്ക് എന്റെ അപ്പൻ എത്ര കാശ് തരാനുണ്ടോ അത് ഒരു പൈസ കുറയാതെ ഞങ്ങൾ തിരിച്ചു തന്നിരിക്കും. പക്ഷെ അതിന് നിങ്ങൾ കുറച്ച് സാവകാശം തരണം. അല്ലാതെ ഷോപ്പ് തല്ലി തകർക്കുക, എന്റെ അപ്പനെ തല്ലുക, ഇമാതിരി ടിപ്പിക്കൽ ഗുണ്ടാത്തരം നിർത്തിയേക്ക്. അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നേ. സ്വന്തം അച്ഛനെ തല്ലുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ലോലനല്ല ഞാൻ, അത് ഓർമ്മപ്പെടുത്താൻ കൂടിയാ വന്നേ. ശരി എന്നാ, കണ്ടിട്ട് നല്ല പൈസയുള്ള ആളാണെന്ന് മനസ്സിലായി, എന്നിട്ടാണോ പൈസക്ക് ഇത്ര ആക്രാന്തം? കഷ്ടം തന്നെ. ദാ പോണ്. ഇതെന്താ ബോസ് ഒരു വാക്കുപോലും തിരിച്ചു പറയാഞ്ഞേ? അവന്റെ അഹങ്കാരം കണ്ടില്ലേ? നിന്റെ ഒരു കൈക്കില്ല അവൻ. എന്നിട്ടാണ് നീ എന്തോന്നും മിണ്ടാഞ്ഞേ? ഞാൻ നിന്നോടാ ചോദിക്കുന്നേ. റിച്ചാർഡ് ബെഞ്ചമിൻ. കൊള്ളാം, പേര് പോലെ തന്നെയാ സ്വഭാവവും. ബ്രേവ്. ഇഷ്ടായി, ഒത്തിരി ഇഷ്ടായി. നീ അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുവാണോ? അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? എടാ, എന്റെ സ്വഭാവത്തിനാണ് ഈ പറഞ്ഞതിന് അവൻ ജീവനോടെ പുറത്തു പോകില്ല. പക്ഷെ അവനൊരു മൈനർ അല്ലേ. അവൻ നോട്ട് കിൽ കിഡാസ്. ഇനി സമയമുണ്ടല്ലോ, നമുക്ക് വഴിയുണ്ടാക്കാം. ഇത്രയും നേരം നിന്റെ മുഖത്ത് കടന്തല് കുത്തിയ പോലെ ആയിരുന്നല്ലോ. ഇപ്പൊ അവനെ കണ്ടു കഴിഞ്ഞപ്പോ നിന്റെ പ്രശ്നമെല്ലാം തീർന്നു ഏറെക്കുറെ. പിന്നെ വില്യം കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറ. AJ, what do you say? Veranda next. Ne vlenze mut bugosen. AJ, what are the gebugik? No stage kakons. Verkissingen. Hier is a jurat. Hier is a juterat. One is injabelam. Dedi hi heim kujoga. Ik vitaria. ഇങ്ങേരൊക്കെ ഭരിച്ച ഈ നാട് നന്നാകുമോ എന്തോ. ആര് ഭരിച്ച എന്താ? ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ ഇതെന്ത് പണിയാ കാണിച്ചു? അവരുടെ അടുത്ത് പോയി അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ? അതിനിപ്പോ എന്താ? അവരാരാന്ന് വെച്ചാ നീ ഇങ്ങനെ നിസ്സാരായി കാണുന്നേ? അവരാരാണേലും ഐ ഡോണ്ട് കെയർ. എന്തേലും സംഭവിച്ചാലും നീ ഇത് തന്നെ പറയണം. ചീക്കു, അതിനിപ്പോ എന്താ ഇവിടെ ഉണ്ടായേ? നീ കണ്ടവര് വെറും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്ന ഗുണ്ടാ സംഘമോ അയാള് ഗുണ്ടാ തലവനോ ഒന്നും അല്ല. അവരൊരു പെനോസാണ്.
അതിന് ഇപ്പോഴത്തെ ഹെഡാണ് AJ, ആർലോ ജാസ്പർ. തലമുറകളായി കൈമാറി വരുന്ന പദവിയാണത്. ഇതിനു മുൻപ് AJയുടെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഹെഡ്, ഡാനിയൽ ഡി മാർക്കോ. പിന്നീട് അയാളുടെ കൊച്ചുമകനായ ആർലോ ഏറ്റെടുത്തതാണ് ഈ പദവി. വെറുതെ ഒന്നുമല്ല. 2015 അവരുടെ ഫാമിലിക്കെതിരെ വലിയൊരു ഗ്രൂപ്പ് ആക്രമണം നടന്നു. അതൊരു 30-40 പേരുണ്ടാകും. അന്ന് അത്രയും പേരെ ഒറ്റയ്ക്ക് തീർത്ത മുതലാണ് ഈ AJ. അന്ന് അങ്ങേർക്ക് വെറും 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങാരുടെ റേഞ്ച്. അന്ന് അത്രയും ചെയ്യാവുന്ന അയാൾക്ക് ഇന്ന് എന്തെല്ലാം ചെയ്യാതിരിക്കും. ഈ സിറ്റി തന്നെ AJയുടെ കാൽ കീഴിലാണ്. പോലീസും പൊളിറ്റിക്സും അങ്ങനെ കയ്യിൽ ഓച്ചാനിച്ച് നിൽക്കുന്നവർ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരുടെ സഹായം പോലും ഉണ്ടാവില്ല. അത് ഓർത്തിട്ട് വേണം. അങ്ങനെ കണ്ടിട്ട് എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ലല്ലോ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഇത്രയും പറഞ്ഞ നിന്നെ അയാൾ വെറുതെ വിട്ടു എന്ന് ആലോചിക്കുമ്പോൾ, അല്ല നിനക്ക് പേടിയൊന്നുമില്ലായിരുന്നു? അതിന് ഞാൻ അറിഞ്ഞു ഇയാൾ ഇത്ര വലിയ സംഭവമാണെന്ന്. പിന്നെ ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അല്ല, ഇനി പൈസ എങ്ങനെ കൊടുക്കാനാ നിന്റെ പ്ലാൻ? സത്യം പറഞ്ഞ അതിനെപ്പറ്റി എനിക്കും വലിയ പിടിയൊന്നുമില്ല. 37,780.7 യൂറോ അയാൾക്ക് കൊടുക്കാനുണ്ട്. അതായത് നാട്ടിലെ കണക്ക് വെച്ച് നോക്കിയാൽ ഒരു 40 ലക്ഷം രൂപ. എനിക്കൊരു പിടിയില്ല അതെങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന്. ഷോപ്പ് വിറ്റാൽ പോലും അത്ര എമൗണ്ട് കിട്ടൂല. പിന്നെ നീ എന്തിനാ അവിടെ ചീരവാദം മുഴക്കി? അത് പിന്നെ അപ്പനെ തല്ലിയത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞതല്ല. ബെസ്റ്റ്. എന്തായാലും അയാൾ ഇനി എന്താണോ പ്ലാൻ ചെയ്യുന്നത് തമ്പുരാനറിയാം. എന്തായാലും താഴ്ന്നു കൊടുക്കാൻ എനിക്ക് പറ്റൂല. വേണ്ട, നീ ഇങ്ങനെ തന്നെ നിന്നോ. ഇതിപ്പോ ആരാ? He once loved a woman who burned like the sun, but even light fades when the night's begun. She left a scar where his heart once beat. Now he talks to the moon from an empty seat. The streets remember, the walls still breathe, the echo of a name beneath his teeth. He's traded home. ഇയാളെന്താ ഇവിടെ? ഇതാരാ? ബെസ്റ്റ്. സ്റ്റോറി നല്ല ബിൽഡപ്പ് ആയിരുന്നല്ലോ. എന്ന് തേജനെ അറിയില്ലേ? എന്റെ പൊന്നു, ഇതാണോ മുതല്? He's the man who walked with shadows, the king of smoke and steel. ഞാൻ കഥ മാത്രമേ കേട്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ നിന്റെ കൂടെ നടന്ന് കാണാൻ പാടില്ലാത്തതൊക്കെ ഞാൻ കണ്ടു തുടങ്ങി. ഹായ്, നൈസ് ടു മീറ്റ് യു റിച്ചാർഡ് ബെഞ്ചമിൻ. അന്ന് വീട്ടിൽ വന്നപ്പോ ശരിക്കും സംസാരിക്കാൻ പറ്റിയില്ല. ഇത് ഫ്രണ്ടാണോ? എന്നാ ഫ്രണ്ട് വീട്ടിലേക്ക് പോക്കോ. എനിക്ക് റിച്ചാർഡിനോട് മാത്രമായി സംസാരിക്കാനുണ്ട്. യു ക്യാൻ ലീവ്. എനിക്ക് തന്റെ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡൊക്കെ ഒരുപാട് ഇഷ്ടായി. പിള്ളേരായ ഇങ്ങനെ വേണം. പക്ഷേ നമ്മുടെ ചെക്കന്മാർക്ക് എന്തോ വലിയൊരു വിഷമം. അവർക്ക് തല്ല് കിട്ടിയതൊന്നുമല്ല. തല്ല് കിട്ടിയ അവർക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ അറിയാം. പക്ഷേ അവരെ തല്ലിയതൊരു ചെറിയ പയ്യനാകുമ്പോ എന്തോ പാവങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവരോടായി ഒരു സോറി പറഞ്ഞേക്ക്. അതോടെ ഈ പ്രോബ്ലം അങ്ങ് സോൾവ് ആയേക്ക്. എന്തു പറയുന്നു മിസ്റ്റർ AJ? എന്റെ അപ്പനെ തല്ലിയതിനും ഷോപ്പ് തല്ലി പൊട്ടിച്ചതിന് നിങ്ങൾ എന്നോടും എന്റെ അപ്പനോടും ക്ഷമ ചോദിക്കണ്ടേ? എന്നിട്ട് അവരെ എതിർത്ത് ഞാൻ നിങ്ങളുടെ ആളുകളോട് മാപ്പ് ചോദിക്കണം അല്ലേ? നടക്കില്ല. വന്ന വഴി വിട്ടു. ഇല്ലേ നിന്ന് കാല് കിഴക്കത്തേ ഉള്ളൂ. വെറുതെ എന്തിനാ ഒരു പ്രശ്നം കൊണ്ട് നടക്കുന്നേ? ഇപ്പൊ നിന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്തിനാ വെറുതെ? താൻ എന്നെ കൊല്ലോ? എന്നാ കൊന്നു. താൻ വെറുതെ പേടിപ്പിക്കാൻ നോക്കണ്ട. മാറി നിൽക്ക. സാർ, ഇവനെ അങ്ങ് വേണ്ട. കൊച്ചു പയ്യനല്ലേ, ചോരത്തളപ്പിന്റെ. അതെങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയാം. എന്നാലും സാർ, അവൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചിലത് പ്രായം കുറഞ്ഞതിന് വീര്യം കൂടുതലായിരിക്കും. അതെങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയാം. He could definitely apologize to me. ചേട്ടാ, ഇതെല്ലാം എടുത്തു. മോനെ, നിനക്ക് ഇവിടെ ഒന്നും സാധനം തരാൻ പറ്റില്ല. ഇത് AJയുടെ ഓർഡറാണ്. മോൻ ചെല്ല്. അതെങ്ങനെ പറഞ്ഞാ പറ്റും? അയാളാണോ ഇതെല്ലാം തീരുമാനിക്കുന്നേ? മോനെ, അയാള് പറഞ്ഞ പിന്നെ അതിന് മറുവാക്കില്ല. വെറുതെ ഞങ്ങളുടെ കഞ്ഞിമുടി മുട്ടിക്കാതെ പോവാൻ നോക്ക്. എന്തു പറ്റിയപ്പാ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അല്ല, ഇന്നെന്താ ഷോപ്പിലോട്ട് ആരെയും കണ്ടില്ലല്ലോ? സാധാരണ കട തിരക്കായിരിക്കുമല്ലോ. നീ ഇത് കണ്ടോ? ഇത് AJയുടെ ഓർഡറാണ്. ഈ കടയിൽ കയറുന്നവരെ AJ സമീപിക്കുന്നതായിരിക്കും.
ഇനി ആര് വരാനാ? ജോലിക്കാര് പോലും വന്നിട്ടില്ല. അവളുടെ ഓപ്പറേഷന് വേണ്ടി വേറെ വഴിയില്ലാത്തോണ്ട് അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി. എന്നിട്ടിപ്പോ എന്തായി? അവളും പോയി, നമ്മള് കടക്കാരുമായി. മോനൊന്ന് സൂക്ഷിക്കണം, അവൻ നല്ലവനല്ല. മോനെ എന്തേലും. ഹേയ്, എന്നെ അയാളൊന്നും ചെയ്യില്ല. അപ്പൻ അതോർത്ത് പേടിക്കണ്ട. എങ്ങനെയും ആ കാശ് കൊടുത്ത് തീർക്കണം. ലോൺ എടുത്താലോ എന്ന് ആലോചിക്കുക. എന്നാ ഞാൻ സ്കൂളിൽ പോവാ. ഇന്ന് എക്സാമാ. ഹാ മോനെ, നന്നായി എഴുതണം കേട്ടോ. ശരിയപ്പാ. ഏയ്, എങ്ങോട്ടാ? നിന്നെ ബസ്സിൽ കയറ്റരുതെന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് മോൻ നടന്നു വാ. നിങ്ങൾക്കൊക്കെ പ്രാന്താണോ? ഞങ്ങളോട് തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓരോ പണിയെടുത്ത് തല വെക്കുമ്പോ ആലോചിക്കണം. ആ, വണ്ടി എടുത്തോ. മാം, മേ ഐ കം ഇൻ? നോ, മാം പ്ലീസ്. താമസിച്ചു വരുന്നവരെ എക്സാം ഹാളിൽ കയറ്റണ്ടെന്നാ പ്രിൻസിപ്പാൾ പറഞ്ഞിരിക്കുന്നത്. നീ 20 മിനിറ്റ്സ് ലേറ്റ് ആണ്. സോ ഗെറ്റ് ഔട്ട്. മാം, എന്തേലും ഉണ്ട് പ്രിൻസിപ്പാളിന്റെ അടുത്ത് ചെന്ന് പറ. എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. റിച്ചി. എന്താ, നിനക്കും പോണോ പുറത്ത്? സാർ, ഞാനിന്ന് കുറച്ച് ലേറ്റ് ആയി പോയി. പ്ലീസ്, എന്റെ സാഹചര്യം കൊണ്ട് ഈ തവണത്തേക്കിന് മാപ്പാക്കണം. എന്നെ പരീക്ഷ എഴുതിപ്പിക്കാൻ അനുവദിക്കണം. നടക്കില്ല. റൂൾസ് എല്ലാവർക്കും ബാധകമാണ്. നിനക്ക് വേണ്ടി അത് മാറ്റാൻ കഴിയില്ല. സാർ പ്ലീസ്. ഓരോ വള്ളിയെടുത്ത് തല വെക്കുമ്പോ ആലോചിക്കണം റിച്ചാർഡ്. സാറും ഇപ്പൊ അയാളുടെ ടീമാണല്ലേ? റിച്ചാർഡ്, നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. ഈ സ്കൂളിന്റെ പകുതി ഷെയർ അയാളുടെയാണ്. എനിക്ക് അയാൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഈ സ്കൂളിലെ പ്രിൻസിപ്പാൾ തന്നെയാണ്. ഇപ്പൊ നിനക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ലെന്നേ ഉള്ളൂ. കുറച്ചു നേരം കൂടെ നീ ഇവിടെ നിന്നാ ഡിസ്മിസൽ അടിച്ച് ഞാൻ കൈ തരും. റിച്ചി, ഐ എം സോറിഡാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ പോടാ, നീ എന്ത് ചെയ്യാനാ? അത് വിട്. ആള് രണ്ടും കൽപ്പിച്ചാന്നാ തോന്നണേ. ഞാൻ അന്നേരെ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. പിന്നൊരു കാര്യം, നിന്നെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്ത്? അതേടാ, പ്രാക്ടീസിന് വരാറില്ല, ടീം കോർഡിനേഷൻ ഇല്ല, ജൂനിയേഴ്സിനോട് മോശമായി പെരുമാറി, ഇതൊക്കെയാണ് റീസൺ. ഇതൊന്നും സത്യമല്ലെന്നറിയാം, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോടാ. സാറും ഇതിന് കൂട്ടു നിൽക്കുന്ന ഞാൻ കരുതിയില്ല. റിച്ചാർഡ്, ഞാനെന്ത് ചെയ്യാനാ? എനിക്ക് കണ്ടു നിൽക്കാനേ കഴിയുള്ളൂ. മുകളിൽ നിന്നുള്ളവരുടെ ഓർഡർ അനുസരിച്ചില്ലെങ്കിൽ എന്റെ പണി പോകും. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും മാറ്റം വരുത്തണേ സ്പോർട്സ് അസോസിയേഷന്റെ ഡയറക്ടറിനോട് സംസാരിക്കണം. അയാൾ ഇനി നാളെ വരും. നീ ഒന്ന് സംസാരിച്ചു നോക്ക്. സാർ, ഇപ്പോൾ ആരാ ടീം ലീഡ് ചെയ്യുന്നേ? ഹെൻറിയാ. അവനോ? ഗ്യാപ്പ് കണ്ടപ്പോ അവൻ ഗോൾ അടിച്ചു. സർ, മേ ഐ കം ഇൻ? യെസ്. ഹ, ഇതാര്? റിച്ചാർഡോ? എന്താണ് എന്റെ ഓഫീസിലൊക്കെ? സർ പ്ലീസ്, ഒരുപാട് ഹാർഡ് വർക്കിലൂടെ ഞാൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായ ഈ ടീമിനെ ഇത്രയൊക്കെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എനിക്കൊരു പങ്കുണ്ട്. എന്നിട്ടും റിച്ചാർഡ്, അതൊക്കെ ശരിയാണ്. നിനക്ക് നിന്നേക്കാൾ മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയില്ല. അത് പഠിക്കാനുള്ള ഒരു അവസരമായി കണ്ടാ മതി. സർ പ്ലീസ്. ഓക്കെ, പഴയ പോലെ നിന്നെ ഞാൻ ക്യാപ്റ്റൻ സ്ഥാനത്തേക്കാക്കാം. പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്യേണ്ടി വരും. ഞാൻ എന്താ ചെയ്യണ്ടേ? വേറൊന്നുമല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ആരും അറിയില്ല. എന്തു പറയുന്നു? കൈയെടുക്കണം നായെ. നീ ഒരു ചെറ്റാണെന്ന് എനിക്കറിയായിരുന്നു.
പക്ഷെ ഇത്രയും അതമ്പതിച്ചു പോയെന്ന് ഞാൻ കരുതിയില്ല. നിനക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാനും മാത്രം തരം താഴ്ന്നിട്ടില്ലടാ ഞാൻ. കണ്ട പിള്ളേരോട് കാണിക്കുന്ന കൊള്ളരുതായ്മ എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ, ഇടിച്ച് ഞാൻ പിഴിയും. നീ ആരോടെ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നീ പോടാ മൈരെ. ഐ വിൽ ഷോ യു. എന്തു പറ്റി സർ? ഒന്നുമില്ല. അടുത്ത മാച്ച് എന്നാ? അത് അടുത്ത വീക്ക് തന്നെ കാണും സാർ. കാണിച്ചു തരാടാ. ടീമീന്ന് ഔട്ടാക്കാതെ തന്നെ നിന്നെ ഗ്രൗണ്ടിൽ ഇറക്കാതിരിക്കാൻ എനിക്കറിയാം. Hello, it's nice to meet you. Can you tell me where I am? I don't know how I got here, but I think I'm starting to understand. I don't belong no സാർ, സാറെന്താ ഇവിടെ? ഇത്ര നല്ലൊരു മാച്ച് നടക്കുമ്പോ അത് സ്പോൺസർ ചെയ്ത ഞാൻ കാണാൻ വരാൻ പാടില്ലെന്നുണ്ടോ? ഹേയ്, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല സാർ. വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഹേയ്, അത് വേണ്ട. ഓഡിയൻസിന്റെ ഇടയ്ക്കിരുന്ന് കാണുമ്പോഴൊരു വൈബ്. സാർ, അപ്പൊ ഞാൻ റിച്ചാർഡ്, നിന്നെ ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കാനാ പറഞ്ഞേക്കുന്നത്. നിനക്കറിയാലോ, ഓൾറെഡി നമുക്ക് 3 പേരോളം ഉണ്ട്. എന്നിട്ടും നിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഊഹിക്കാലോ. ബട്ട് സാർ, എനിക്കറിയില്ല റിച്ചാർഡ്. ഡയറക്ടറിന്റെ തീരുമാനമാണ്. സിറ്റുവേഷൻ കണ്ടിട്ട് ഈ മാച്ചിന് നിനക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ എം സോറി. സാറേ, ഇവരെന്തീ കാണിക്കുന്നേ? എപ്പോഴും നമ്മുടെ ടീമല്ലായിരുന്നോ ലീഡിൽ നിൽക്കുന്നേ? എന്ത് ചെയ്യാനാ ടീച്ചറെ, നന്നായി കളിക്കുന്നവരെയൊക്കെ ഗാലറിയിൽ പിടിച്ച് കളി കാണാൻ ഇരുത്തിയേക്കുമല്ലേ. നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. ജോയി, ഗാലറി ഇരുന്ന് കളി കാണാൻ ഒരു പ്രത്യേക സുഖാ അല്ലയോടാ? അതെ. താനീ ചെയ്യുന്നതിനെല്ലാം ഒരു നാൾ തിരിച്ചു കിട്ടുവാറല്ലോ. അന്ന് നിങ്ങൾ കരയും. ഞാനാ പറയുന്നേ. ഏജേ, നമ്മള് തെറ്റായ ട്രാക്കിലൂടെയാണോ പോണേ? ജോയി, എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. I will not let my decision let me down the wrong turn. ഹേയ് ഹെൻറി, നീ എന്തീ കാണിക്കുന്നേ? ഇങ്ങനെയാണ് പോക്കെങ്കിൽ നമ്മൾ ഉറപ്പായും തോൽക്കും. അതിന് എനിക്ക് നിന്റെ ഉപദേശം വേണ്ട. എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ കളിക്കണമെന്നും ക്യാപ്റ്റനായ ഞാൻ തീരുമാനിക്കും. നിനക്ക് പറ്റില്ലെങ്കിൽ ഫ്രണ്ടിന്റെ കൂടെ പോയി ഗാലറിയിൽ നിന്ന് കളി കാണണ്ട. അതേടാ, അവൻ ഗാലറി ഇരിക്കുന്നോണ്ട് തന്നെയാ കളി തുടങ്ങി ഇത്രയായിട്ടും സ്കോറും മൊട്ടേ തന്നെ ഇരിക്കുന്നത്. നിന്നെ കൊണ്ടൊന്നും പറ്റൂലടാ. പറ്റുന്ന വല്ല പരിപാടിക്കുമ്പോ. നീ എന്താടാ പറഞ്ഞ? എന്താ ഇത് അലക്സ്? എതിർ ടീമായി അടിയുണ്ടാക്കുന്നതിൽ ഒരു അന്തസ്സുണ്ട്. ഇതിപ്പോ ഒരേ ടീം മെമ്പേഴ്സ് കൂടി അടിയായാലോ? ഗസ്റ്റ് ഒക്കെ വന്നിരിക്കുന്ന ടൈം. ഇങ്ങനൊക്കെ നടന്ന എങ്ങനെ ശരിയാകും? ഇങ്ങനെയാണെ ഫുട്ബോൾ മാറ്റി വേറെ സ്പോർട്സ് ഐറ്റത്തിന് അവസരം കൊടുക്കേണ്ടി വരും. ഹേയ് സാർ, ഞാൻ അവരോട് സംസാരിച്ചോളാം. മാറി നിക്ക്. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? വാശിയും ദേഷ്യമൊക്കെ കളിയിലാ കാണിക്കേണ്ടത്. സർ, ഇങ്ങനെയാണ് ശരിയാവൂലോ. ഒരു ടീം കോർഡിനേഷനും ഇല്ലാണ്ട ഇവൻ ടീം ലീഡ് ചെയ്യുന്നേ. ഈ പോക്കാണ് തോറ്റു തൊപ്പിയിടുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. സാറേ, ഇവന്റെ കൂട്ടുകാരനെ ഇറക്കാത്തതിന്റെ ചൊറുക്ക ഇവൻ എന്റെ അടുത്ത് കാണിക്കുന്നത്. നിന്നെ ഏറ്റിക്കോ, മതിയാക്ക്. ഇപ്പൊ നടക്കുന്നതെല്ലാം നമ്മുടെ കയ്യിൽ നിന്നിട്ടൊന്നും അല്ലല്ലോ. അപ്പൊ ഇതും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. നീ വിട്ടുകൊടുക്ക. അയ്യോ, നോക്കി കളിക്കണ്ടേടാ. ഇവന്മാരെ കൊണ്ട്. നീ ഓക്കെ ആണോ? സബ്സ്റ്റിറ്റ്യൂട്ടിനെ ഇറക്കാം. സാരല്ല സാർ, ഇനി ആരെ ഇറക്കിയിട്ടും കാര്യമൊന്നുമില്ല. കളി എന്തായാലും തോക്കും. എന്താടാ പറ്റിയേ? എനിക്കൊന്നുമില്ലടാ. കാല് ചെറുതായെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ മരുന്ന് വാങ്ങിട്ട് വരാം. അതൊന്നും വേണ്ടടാ, ഇത് ചെറിയ മുറിവല്ലേ. ഞാൻ ഓക്കെയാണ്, നീ പൊക്കോ. നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ടോ? അത് സാരില്ലടാ, ചേട്ടൻ ഇപ്പൊ വരും, നീ പൊക്കോ. എന്തേലും ഉണ്ടെ വിളിക്കണം.
ഞാൻ പിടിച്ച് സഹായിക്കണം നടക്കാൻ. കണ്ണൈ പാർത്തതും വേഗമായി മിന്നൽ അടിത്തത നെഞ്ചിലേ. എനിക്കൊരുത്തന്റെ സഹായം വേണ്ട. കഷ്ടം തോന്നിയിട്ട് ചോദിച്ചതാണേ. തന്നോട് ഞാൻ പറഞ്ഞു എന്നോട് കഷ്ടം തോന്നാൻ? ഇല്ലല്ലോ. അതിനിത്ര ദേഷ്യപ്പെടുന്നത് എന്തിനാ? മോശമായെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തനിക്കൊന്നും വേറൊരു പണി ഇല്ലാഞ്ഞിട്ട് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് വന്ന് കേറണേ. അത് ഒന്ന് പോടോ. ഛേ, വേണ്ടായിരുന്നു. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? എന്തുവായിരുന്നു അവിടെ? അത് അവന്റെ കാലിന് നല്ല മുറിവ് പറ്റിയോണ്ട് ചുമ്മാ ഒരു ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ കാർ എടുത്തിട്ട് വരാവേ. ഞാൻ പിടിക്കണോ? വേണ്ട ചായ, ഞാൻ നടന്നോളാം. നിനക്ക് എന്നോട് ദേഷ്യമാണോടാ? ഓ, എന്നാത്തിനാ? അനിച്ചാനൊന്നും ചെയ്തില്ലല്ലോ. അവര് ചെയ്തേനെന്താ? സ്കൂളിന് കിട്ടേണ്ട ഒരു കപ്പ് പോയില്ലേ? Today is election day. Election day, election day. Just in, Democrat George Hope won the election. നീ കളിച്ചത് ആരോടാന്ന് നീ മറന്നുപോയി ഏജെ. ആരിത്? നിക്കോളസോ? എന്താണ്? ഇലക്ഷനൊക്കെ തോറ്റിട്ട് ഹാപ്പിയായി ഇരിക്കുവായിരിക്കുമല്ലേ? നീ കാരണം എനിക്ക് എത്ര കോടി നഷ്ടമായി ഉണ്ടായെന്ന് നിനക്കറിയില്ല ഏജെ. ഉയ്യോ, കഷ്ടമായി പോയല്ലോ. അത്രയ്ക്ക് കടത്തിലാണേ ഞാൻ കുറച്ച് കാശ് അങ്ങോട്ട് തരാം. എന്തു പറയുന്നു? പലിശ കുറച്ച് തന്നാ മതി. മിസ്റ്റർ നിക്കോളസ്, നീയാണ് ഇലക്ഷന് എതിർകക്ഷിന്ന് കണ്ടിട്ട് തന്നെയാ ഞാൻ ജോർജിനെ സഹായിച്ചില്ലേലും ഊരോ പേരോ എന്തിന്? നാട് പോലും ഒന്നല്ലാത്ത ഒരാളെ എനിക്ക് സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? പഴയ കണക്കുകളൊക്കെ ഇങ്ങനെ ഒന്നൊന്നായി തീരട്ടെ. നീ കുറിച്ച് വെച്ച നിന്റെ നാശം അതെന്റെ കൈകൊണ്ടാ. ഉയ്യോ, ഞാനങ്ങ് പേടിച്ച്. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ നോക്കല്ലേ നിക്കോളാസ്. നിന്നെ തീർക്കാൻ കഴിവില്ലാഞ്ഞിട്ടോ അറിവില്ലാഞ്ഞിട്ടോ അല്ല, സമയമില്ലാത്തോണ്ടോ. നിന്റെ പുറകെ നടന്ന് കളയാൻ എനിക്കിപ്പോ ടൈമില്ല. ഞാൻ നിന്റെ കൂട്ട് ചൊറിയും കുത്തിയിരിക്കല്ല. ഒന്ന് പോയേടാ ഏജ്. അപ്പനെങ്ങനെ ഏജയ്ക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തേ? അത് കുറച്ച് കാശ് ഒത്തു വന്നു മോനെ. അതെങ്ങനെയാന്നാ ചോദിച്ചേ? അത് റിച്ചി ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി. അത് സമയം പോലെ കൊടുത്താ മതി. അപ്പനിങ്ങനെ കടം വാങ്ങി പ്രശ്നങ്ങൾ കൂട്ടാനാണോ? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ പറ, പെട്ടെന്ന് ഇത്ര കാശ് എവിടുന്ന് ഉണ്ടാക്കും? നീ പറഞ്ഞില്ലേല് ഞാനല്ല അറിഞ്ഞു സ്കൂളിലെ കാര്യം. നമുക്ക് സമാധാനത്തോടെ ജീവിക്കേണ്ടടാ. അതിനവന്റെ പൈസ എങ്ങനെയും കൊടുക്കണോന്ന് ഞാൻ ചിന്തിച്ചുള്ളൂ. 2 ആഴ്ചയായി ഈ ഷോപ്പിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും കേറിയിട്ടില്ല. ഇങ്ങനെയാണ് പോക്ക് വഴിയിലോട്ട് ഇറങ്ങേണ്ടി വരും. നിന്റെ അമ്മയെ നോക്കാൻ പോലും കാശില്ലാത്തോണ്ട് എനിക്ക് സാധിച്ചില്ല. നിന്നെയെങ്കിലും നന്നായി നോക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അതും അപ്പനെ പറ്റുമെന്ന് തോന്നുന്നില്ലടാ. നീ അപ്പനോട് ക്ഷമിക്ക്. എനിക്ക് അപ്പാ, പേടിക്കണ്ട, പ്രഷർ കൂടിയതാ. ഇപ്പൊ ടാബ്ലറ്റ്സ് എടുക്കുന്നില്ല, മന്ത്ലി ചെക്കപ്പിന് വരുന്നില്ല. ഇതൊന്നും മുടക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ല റിച്ചാർഡ്. അച്ഛൻ പ്രായമായി വരുക. പ്രഷർ കൂടി വല്ല സ്ട്രോക്കും വന്നാ നമ്മുടെ കൈ നിക്കില്ല. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. ഡോക്ടർ എന്താ ഇവരെ നോക്കണ്ടെന്ന് പറഞ്ഞതല്ലേ? വയ്യാത്തവര് വരുമ്പോ ഞാനെങ്ങനെ പറയാ? അതൊക്കെ ശരി തന്നെ. പക്ഷെ ഹോസ്പിറ്റലിൽ ആരുടെയാണെന്ന് ഓർമ്മ വേണം. അവസാനം ജോലി പോയിട്ട് വീട്ടിലിരിക്കേണ്ടി വരും. മനുഷ്യരെ സഹായിക്കാനല്ലടോ നമ്മൾ ഈ വെള്ളക്കുപ്പായ ഇട്ടിരിക്കുന്നേ. നമ്മള് തന്നെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറിയ എനിക്കൊന്നും അറിയില്ല. പെട്ടെന്ന് അവരെ പറഞ്ഞു വിട്. അതാ ഡോക്ടറിന് നല്ലത്. റിച്ചാർഡ്, ഇത് ഏജയുടെ ഹോസ്പിറ്റൽ ആണല്ലേ? റിച്ചാർഡ്, ഞാൻ ഡോക്ടർ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട, ഞങ്ങള് പൊക്കോളാം. അപ്പാ വാ. മോനെ, നമ്മള് പൈസ കൊടുത്തതല്ലേ, പിന്നെന്താ? ഇത് പൈസ കൊടുത്തെന്ന് പറഞ്ഞൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഞാനായിട്ടുണ്ടാക്കിയതാ. അത് ഞാനായിട്ട് തന്നെ തീർത്തോളാം. അപ്പം വരാൻ നോക്ക്.
ആരത്? വരണം മിസ്റ്റർ റിച്ചാർഡ് ബെഞ്ചമിൻ. എന്താണാവോ അടിയന്റെ തട്ടകത്തിലോട്ടൊക്കെ? എന്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാത്തിനും നിങ്ങളോടും നിങ്ങളുടെ ഗ്രൂപ്പിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾക്ക് തരാനുള്ള പൈസയും ഞങ്ങൾ തന്നു. നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ മാപ്പും പറഞ്ഞു. ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഇവൻ നന്നായോ? നിന്റെ ചങ്കൂറ്റം കണ്ടപ്പോ ഇത്ര പെട്ടെന്ന് അടിയറ വെക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിപ്പോ ഒരുമാതിരി. ഞാനൊരു സാധാരണക്കാരനാ. നിങ്ങളെ എതിർക്കാനുള്ള നിങ്ങളുടെ അത്ര പവറോ പണവോ എനിക്കില്ല. അതുകൊണ്ടാ പറയണേ, ദയവ് ചെയ്ത് ഇനി ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചാൽ ഇത് തുടർന്ന് എന്റെ അപ്പൻ ഇല്ലാതാകുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിയില്ല. കൂടെ ഞാനും അങ്ങ് പോകും. അത്ര തന്നെ. മനസ്സിലായില്ല? മരിക്കും, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഒരാളെ കൊല്ലുന്നതും കൊലയ്ക്ക് കൊടുക്കുന്നതൊന്നും നിങ്ങൾക്ക് പുതുമയല്ലാത്തോണ്ട് ഇതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം. ഡാ നിക്ക്. മരിക്കാനോ? ഇവന് ഭ്രാന്തായോ? ഞാൻ അത്രക്കൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഡാ കിടന്ന് കാരാതെ, അവൻ പോയി. എടാ, ഞാൻ അവൻ മരിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇതൊക്കെ ചെയ്തേ. അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു? അവൻ പറഞ്ഞ പോലെ നീ കൊല്ലുന്നതും നീ കാരണം മരിക്കുന്നതൊന്നും അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. എടാ, എല്ലാരെ പോലെയാണോടാ അവൻ? ഇവൻ എന്താ ഇത്ര പ്രത്യേകത? അല്ല, ഞാൻ ആദ്യം തൊട്ടേ ശ്രദ്ധിക്കുക. നിനക്കെന്താ ഇവന്റെ കാര്യത്തിൽ ഇത്ര സോഫ്റ്റ് പോണം? ഡാ, അവനൊരു ചെറിയ ചെക്കനല്ലേടാ. ഞാൻ കൊച്ചുപിള്ളാരെ കൊല്ലുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെന്താ? ഒന്ന് പോയടാ. എന്തായാലും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചേക്കും. വഴിന്ന് മാറ്. ഇല്ലെങ്കിലും നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ? എന്ത് ചോദിച്ചാലും തരൂ. എന്നാ എനിക്ക് തന്നെയാ വേണ്ടേ. എന്തേ തരാൻ പറ്റൂ? മാറി നിക്ക്. പൊക്കോ പൊക്കോ. നിന്നെ ഞാൻ എടുത്തോളാം. നിന്റെ അപ്പൻ കറക്റ്റ് ആളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി. അപ്പ വേറെ ആരുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ കണ്ടില്ലായിരുന്നു. അത് മോനെ, അത്ര കാശ് തരാൻ പറ്റുന്നത് അവനായിരുന്നു. അതാ. തേങ്ങ ഉള്ള പ്രശ്നം സഹിക്കാൻ വയ്യ. ഇനി ആ മുണ്ണേനെ കൂടെ സഹിക്കണോ ഞാൻ? എന്തായാലും മറ്റേ പ്രശ്നം സോൾവ് ആയല്ലോ. ഇന്ന് ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സും വരാൻ തുടങ്ങി. ഇപ്പോഴാ കുറച്ചൊരു ആശ്വാസമായി. എന്റെ പൊന്നപ്പാ, ഇനി ഇമാതിരി സഹായമൊന്നും ചെയ്യരുത്. മനുഷ്യന്റെ ഉള്ള സമാധാനം പോയി. ഇതൊക്കെ ഇനി എപ്പോ അവസാനിക്കുമെന്തോ. എങ്ങോട്ടാ? നിന്റെ അച്ഛന്റെ രണ്ടാം കെട്ടിന് സദ്യ വിളമ്പ. എന്തേ വരുന്നു? വഴിന്ന് മാറ്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ കൊള്ളാലോടാ. വേണ്ട വേണ്ട നോക്കുമ്പോ തലേക്കേറി നിരങ്ങുന്നോടാ. നീ ഒന്ന് അടങ്ങോ മോനെ ഒന്ന്. പ്ലീസ് എന്നെ വിട്ടേക്ക്. തരാറുള്ള കാശ് തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അത് നീ ഇപ്പോഴൊന്നും തരണ്ട, പതിയെ മതി. ആക്ച്വലി നിന്റെ അപ്പൻ എന്നോട് വന്ന് കാശ് ചോദിച്ചപ്പോ അത് എനിക്ക് കിട്ടിയ ലൈസൻസായ ഞാൻ കണ്ടുള്ളൂ. അതുകൊണ്ട് അത് വേഗം ഒന്നും തിരിച്ചു കിട്ടല്ലേ എന്ന എന്റെ പ്രാർത്ഥന. നീ പേടിക്കണ്ട. നീ എനിക്കൊരു ഉമ്മ തന്നേക്ക്. ഞാൻ തന്നെ വിട്ടേക്കാം. നിനക്ക് ഞാൻ തന്നാ മതിയോ? He once loved a woman who burned like the sun, but even light fades when the night's begun. She left the sky once beat. Now he talks to the moon from an empty. കൊച്ചു പിള്ളേരുടെ അടുത്താണോ അഭ്യാസം കാണിക്കുന്നത്? He's the man who walked with shadows, the king of. റിച്ചാർഡ്, വന്ന് വണ്ടി കയറ്. ഞാൻ കൊണ്ടാക്കാം. എനിക്ക് തന്റെ സഹായം വേണ്ട. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇവനെ അടുത്ത് വണ്ടിയിലെടുക്കും. ഇനി പറ, എന്താ നിന്റെ പ്രശ്നം? അത് ഏജെ, അവൻ ഞങ്ങൾക്ക് പൈസ തരാനുണ്ടായിരുന്നു. അതിന് നിനക്ക് ഉമ്മ വേണോ പ്രതിഫലമായി? എന്റെ പൊന്ന് സാറേ, ഞങ്ങളെ വിട്ടേക്ക്. ഇങ്ങേർക്ക് പണ്ടേ അവനൊരു നോട്ടം ഉണ്ടായിരുന്നു. വെറുതെ ചെന്ന് മുട്ടിയ അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അറിയാവുന്നോണ്ടാ അതിന് മുതിർന്നില്ല. ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ ഗോളടിച്ച ഞങ്ങൾ ഇയാള് പറഞ്ഞിട്ട് അതിനൊക്കെ കൂട്ടുനിന്ന് ഞങ്ങളെ വിട്ടേക്ക് സാറേ. ഞങ്ങള് നന്നായിക്കോളാം.
ഇനിയും നിന്റെ പിഴച്ച കൈ അവന്റെ നേരെ പൊങ്ങിയെന്ന് ഞാൻ അറിഞ്ഞ ആ കൈ ഞാനിങ്ങി വെട്ടിയെടുക്കും. അവനെ തൊടാനും തലോടാനും എനിക്ക് മാത്രമേ അവകാശമുള്ളൂ. അത് ലംഘിച്ച് ഏതവനേലും വന്ന കൊന്നു കളയും ഞാൻ. മനസ്സിലായോടാ? മനസ്സിലായി സാറേ. പിന്നെ നിനക്കൊക്കെ കിട്ടാനുള്ള പൈസ അത് ഞാൻ തരാം. ഏജ്, നീ ഇതെന്തു ഭാവിച്ച? എന്നോടാരും ചോദ്യം ചോദിക്കണ്ട. അത് സെക്രട്ടറി ആണെങ്കിലും ശരി. ഇനി നിന്നെ ഒന്ന് ഏരിയ കണ്ടുപോയേക്കരുത്. നിനക്ക് എന്താടാ? നീ എന്തൊക്കെ കാണിക്കുന്നേ? ആദ്യം അവനെ ദ്രോഹിക്കുന്നു, പിന്നെ അവനെ സഹായിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനെന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോഴാ നിനക്ക്. എടാ, ബോസിന് ഭ്രാന്തായോ? ഏയ്, അത് നേരത്തെ ഉണ്ടായിരുന്നല്ലേ. ഇത് വേറെ കൂടി എന്തോ. എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല ബോസ്. നീ വന്നേ, വെറുതെ കുടുംബം കലക്കെ. രുചി, നീ കോളേജ് അഡ്മിഷന്റെ കാര്യമൊക്കെ സെറ്റാക്കിയോ? ഏകദേശം. ഇനി എക്സാമോടൊന്ന് കഴിഞ്ഞാ മതിയല്ലോ. ഫുട്ബോളിന്റെ കാര്യം അത് ഞാൻ ടീമിന്ന് കിട്ടായടാ. പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയില്ലേ? അപ്പൊ ടീമിലേക്ക് തിരിച്ച് ക്യാപ്റ്റൻ ആയിക്കൂടെ? ഇത് ഡയറക്ടറും ഞാനും തമ്മിലുള്ള പ്രശ്നമാടാ. അത് അങ്ങനൊന്നും സോൾവ് ആകൂല. പിന്നെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ പോവല്ലേ, പിന്നെ ടീമിലുണ്ടായിട്ട് എന്ത് കാര്യം? അതും ശരിയാ. ഇനിയിപ്പോ കോളേജിൽ നോക്കാം. ഞാനും എന്നാ ക്യൂറ്റാകുവോ? ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തൊക്കെയാ സംഭവിച്ചല്ലേ? അതെ, ആകെപ്പാടെ ശോകമായിരുന്നു. ഇപ്പൊ എന്തായാലും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയില്ലേ? നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടായിരുന്നു. നീ ഒന്നും മിണ്ടാതിരിട്ടേക്കോ. എനിക്ക് തലവേദന എടുക്കുന്നു. എവിടെ പോയാലും ഒരു ഏജ്. ആ പേര് കേൾക്കുന്നത് തന്നെ എനിക്ക് കലിയ. ശരിക്കും അമ്മേ, മിനിമം പുറകെ ആരേലും വരുന്നു എന്ന് നോക്കിയിട്ട് വേണം അവരുടെ കുറ്റം പറയാൻ. ടേക്കോ, നീ വാ. എനിക്ക് ആ കോഴിക്കുഞ്ഞിന്റെ മുകളിൽ അങ്ങനെ പിടിക്കുന്നില്ല. നീ പിടിക്കുമ്പോ അങ്ങനെ നിന്നിരല്ലേ. ഞാൻ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുക. അപ്പോഴാ നീ ഒന്ന് വന്നേ. റിച്ചിക്കുട്ട, നീ ഇനി ഡെയിലി എന്റെ മുഖം കാണേണ്ടി വരും. സോ വെയിറ്റ് ആൻഡ് വാച്ച്. കണ്ടോ